ട്രംപിന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം നിൽക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നുള്ളതാണ്. മോദി ഭരണകൂടം ശക്തമാകുന്നു എന്ന് പറയുമ്പോൾ ട്രംപിന് സ്വാഭാവികമായി ഉറക്കം നഷ്ടപ്പെട്ടു. പരമ്പരാഗതമായി ഈ മോദി ഭരണകൂടം കൂടുതൽ സജീവമായി നിലനിർത്തി പോന്നിരുന്ന ഒരു ചൈനീസ് വിരോധമുണ്ട്. ശത്രുപക്ഷത്ത് ചൈനയെ നിർത്തിയിടത്തു നിന്ന് മാറ്റി ചൈനയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ ട്രംപിൻ്റെ ഏകപക്ഷീയ അമേരിക്കൻ നടപടികൾക്കെതിരെ പോരാടാൻ തീരുമാനിച്ച ഇടത്താണ് ട്രംപിന് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പരിഹാസം, ഭീഷണി, എല്ലാ ഐറ്റവും ഉണ്ട് അല്ലേ? അതൊരു പാക്കേജ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഏശില്ല എന്ന നിലയിൽ ഈ ത്രികക്ഷി സഖ്യം ചൈനയും റഷ്യയും ഇന്ത്യയും അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിന്റെ ചില വാർത്തകളൊന്നും നമുക്ക് നോക്കാം അല്ലേ? ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. ഇന്ത്യ റഷ്യ ചർച്ചയിലുള്ള അതൃപ്തിയാണ് ആ പ്രതികരണത്തിലൂടെ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി തന്റെ നല്ലൊരു സുഹൃത്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് പ്രതികരണം. ഇന്ത്യയുമായി എന്നും നല്ല ബന്ധമുള്ള രാജ്യമാണ് US എന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതിൽ, നമ്മളവിടെ നിന്ന് ഇന്ധനം വാങ്ങുന്നതിലുള്ള അമേരിക്കയുടെ കടുത്ത എതിർപ്പ്, അല്ലെങ്കിൽ അത് ആ കരാറുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അമേരിക്കയെ അലോസരപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇന്ധനം വാങ്ങുന്ന മറ്റൊരു രാജ്യമാണ് ചൈന. ചൈനയോട് ആ നിലയിൽ ഒരു നിലപാട് അത്രമേൽ കടുപ്പിക്കാനൊന്നും അമേരിക്കയ്ക്ക് കൊണ്ട് കഴിയില്ല. പക്ഷേ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നു. അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ മോദി ഭരണകൂടം ഇന്ത്യ രാജ്യത്തെ അവിടെ കൊണ്ടെത്തിച്ചു. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ അവസാന കാലത്ത് തന്ത്രപരമായ ഒരു പങ്കാളിത്തം എന്ന നിലയിലേക്ക് അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യ ചേർന്നിരുന്നുവെങ്കിൽ അത് തന്നെ അപകടകരമായ ചങ്ങാത്തമാണ് എന്ന മുന്നറിയിപ്പുകളൊക്കെ എല്ലാവരും നൽകിയിരുന്നു. അതിനുശേഷം അത് കുറെ കൂടി ശക്തമാക്കി 2014 മുതൽ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ, സഖ്യരാജ്യത്തെ പോലെ ഇന്ത്യ മാറിത്തീർന്നു. അങ്ങനെ ഒരു രാജ്യം റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതൊന്നും അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന നിലപാടിലേക്കാണ് പോയത്. ഈ പ്രശ്നങ്ങളുടെ തുടക്കം അവിടെ നിന്ന് ഇന്ത്യ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ത്രികക്ഷി സഖ്യം ശക്തമാകുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, അമേരിക്കൻ സന്ദർശനത്തിൽ നിന്നും നരേന്ദ്രമോദി പിന്മാറി എന്നൊരു പ്രാഥമിക സൂചനയുമുണ്ട്. തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു വിശദാംശങ്ങളുമായി നമുക്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഒരാൾ ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊപ്പം വിശദാംശങ്ങളും അരുൺ റെഡിയാണ്. അരുൺ, ഇതെന്താണ് എന്നോട് ചോദിക്കാത്തതെന്നുള്ള മട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് അരുൺ. സത്യത്തിൽ കണ്ടില്ല കേട്ടോ, അഖിലോട്ട് പറയുന്നുമില്ല, റെഡിയാണോ, ലൈവ് റെഡിയാണോ ഒന്നും പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയതാണ്. ബാക്കിയല്ല, ഇതടക്കം ചേർത്ത് എന്തൊക്കെയാണ് ഈ ഒരു സീരീസിൽ ഇന്ന് പുതിയതായി വാർത്തകൾ വരുന്നത്? കാരണം ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് കേരളം കാണുകയും ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പാലൊഴിച്ച ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഇന്ന് പത്രമില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പുതിയ ഈ സീരീസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്, സിന്ദൂരി, ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ലൊരു ദിനം നേരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, കാരണം ഈ ഒരു അടുത്തിടെ സമാപിച്ച ഷാങ്ഹായ് ഉച്ചകോടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു സുപ്രധാന ചുവടുവയ്പ്പിലേക്ക് ഇന്ത്യ കടന്നത്. ഇതൊരു ആദ്യമായുള്ള ഒരു ചുവടുവയ്പ്പൊന്നുമല്ല. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പണ്ട് മുതലുള്ള ഒരു പഞ്ചശീല, പഴയ കുറേ നിയമങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തർദേശീയ നിയമങ്ങളുണ്ട്. അന്നു മുതൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സ്വാതന്ത്ര്യാനന്തര കാലം മുതലേ ഉള്ള നിലവിലുള്ള വ്യാപാര കരാറുകളുണ്ട്. അത് നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു കരാറാണ്. നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ്, അടുത്ത് കിടക്കുന്ന മിത്രത്തെ മറന്നുകൊണ്ട് വളരെ അകലെ കഴിയുന്ന, വളരെ വിചിത്രമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു മുതലാളിത്ത ശക്തിയുടെ, മുതലാളിത്ത രാജ്യത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ ഇന്ത്യ നടത്തുന്ന ചില ഇടപെടലുകളുണ്ടായിരുന്നു. ആ ഇടപെടലുകളുടെ ഒരു തിരിച്ചടിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്കായി ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ചൈനയുമായി വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു വ്യാപാര ബന്ധം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയോട് കാണിച്ച ഒരു അമിതമായ ഒരു വിധേയത്വം, അത് ഒരു ഇന്ത്യയുടെ കമ്പോള മേഖലയെ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ, കാരണം തുച്ഛമായ വില, കാരണം നമ്മൾ പലപ്പോഴായി പറയുന്നതാണ്, ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നികുതി കൊടുത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പോലും പലപ്പോഴായി അതിന് ഗുണമേന്മയോടൊപ്പം അതിൻ്റെ വിലക്കുറവാണ് സാധാരണക്കാരനെ അതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാര കരാറിൽ ഉണ്ടാകുന്ന അതിലുണ്ടായിരുന്ന ഒരു തുടർച്ചയില്ലായ്മ പലപ്പോഴും അതിനെ, ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ പലപ്പോഴും അതൊരു പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അമേരിക്കയുടെ പ്രാദേശിക സമയം അനുസരിച്ച് കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോഴും ഇന്ത്യയുടെ സുഹൃത്തായി തുടരുമ്പോഴും റഷ്യയുമായി, വ്ളാദിമിർ പുടിനുമായി ഷാങ്ഹായ് ഉച്ചകോടിക്ക് ചൈനയിലെത്തിയ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും, അല്ലെങ്കിൽ ചൈനയുടെ ഭരണാധികാരി
ചൈനയുടെ ഭരണാധികാരിയുമായും ഷീ ജിൻ പിങ്ങും എല്ലാവരുമായും ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷിയിലേക്ക് കടക്കുമോ, അല്ലെങ്കിൽ പഴയ ഒരു വ്യാപാര ബന്ധത്തിലേക്ക് കടന്നുകൊണ്ട് അമേരിക്ക മറന്നുകൊണ്ട് പുതിയൊരു വ്യാപാര ബന്ധത്തിന് ഇന്ത്യ തുടക്കമിടുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി, ആശങ്ക ഡൊണാൾഡ് ട്രംപിനുണ്ട്. ആ ഒരു ആശങ്ക കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അധിനിവേശ അരുൺ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ അല്പം മുമ്പ് അരുൺ പറഞ്ഞതുപോലെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നതുകൂടി ഒന്ന് കണ്ടുകൊണ്ടുവരാം. And are you ready to reset relations with India at this point? I always will. I'll always be friends with Modi. He's great. Prime Minister. He's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special. അരുൺ, ഇക്കാര്യത്തിൽ ഇതിന് ശേഷമുള്ള ട്രംപിൻ്റെ ഒരു വലിയ അസ്വസ്ഥതയാണ്, ഒരു താല്പര്യമില്ലായ്മയാണ്. കാരണം ഈ ഒരു ത്രികക്ഷി സഖ്യത്തിൽ ഇന്ത്യ നിൽക്കുന്നതിലുള്ള ഒരു അതൃപ്തിയാണ് അതിലാകെയുള്ളത്. ഫ്രണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴും ഇതിലുള്ള അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ചെറുത്ത് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ രാജ്യമാണ്. കാരണം മൂന്നാം കിട രാജ്യമായതുകൊണ്ട് തന്നെ, ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് തന്നെ മറ്റ് വികസിത രാജ്യങ്ങളോടുകൂടി ഒരു സഹായത്തോടു കൂടി മാത്രമേ ഇന്ത്യയുടെ ഒരു എക്കണോമിക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് വലിയ രീതിയിൽ കൂപ്പുകുത്തുന്ന, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ കൂപ്പുകുത്തുന്ന അവസ്ഥയുണ്ടായി. പല കാര്യങ്ങളിലും അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളുടെ കാല് പിടിക്കേണ്ട ഒരു രംഗത്തേക്കെത്തി. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പല രീതിയിൽ സന്ദർശനം നടത്തുന്ന അവസ്ഥയിൽ പോലും ഇന്ത്യയോട് ഒരു വിട്ടുവീഴ്ച ചെയ്യുവാൻ ട്രംപ് ഭരണകൂടത്തിന് ശരി അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കടുത്ത തീരുമാനമാണ് അമേരിക്ക സ്വീകരിച്ചത്. 50% ഇറക്കുമതി ചുങ്കം കൊള്ളയാണ് നമ്മുടെ രാജ്യത്തിന് മേൽ ചുമത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം നിൽക്കാൻ ഇന്ത്യ നിർബന്ധിതമായത്, മോദി ഭരണകൂടം നിർബന്ധിതമായത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തോതിൽ താഴോട്ട് പോകുന്ന ഒരു നില കൈവരിച്ചു. വളരെ ധിക്കാരപരമായി ട്രംപ് അക്കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ അത്തരമൊരു നിലപാടിലേക്ക് പോയപ്പോൾ വീണ്ടും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ കഴിയുമോ, ഭയപ്പെടുത്തി കൂടെ നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈനയും റഷ്യയും നൽകുന്ന ശക്തമായ പിന്തുണ, വ്യക്തമായ ധാരണ, ആ ഷാങ്ഹായ് കോർപ്പറേഷൻ, നേരത്തെ അരുൺ പറഞ്ഞതുപോലുള്ള ആ ഷാങ്ഹായ് കോർപ്പറേഷൻ അടുത്തുള്ള ധാരണകളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലയിൽ പോകുമ്പോൾ ട്രംപിൻ്റെ ഇത്തരം വിരട്ടലുകൾ എങ്ങനെ ഈ സഖ്യത്തെ ബാധിക്കും, സ്വാധീനിക്കും, ഒരു തരത്തിലും ഏശാൻ ഇടയില്ലാത്ത വിധം സെറ്റാണ്. അതാണ് ഇതിന്റെ ത്രികക്ഷി സഖ്യം ചെറുതല്ല, അത് വലിയ തോതിൽ അലട്ടുന്നുണ്ട്. ആ അലട്ടുന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കണ്ടു, വാണിജ്യ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. പക്ഷേ ചൈന കൊടുക്കുന്ന ഒരു വലിയ പിന്തുണ, അപ്പുറത്ത് റഷ്യ, ഇന്ത്യ, അതാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതിലുള്ള അമേരിക്കയുടെ അസ്വസ്ഥത നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക പോലീസ് ആവാൻ ഇനി അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കണം.